ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുന്ന കരാറിൽ ഒപ്പിടണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിന് ഇറാൻ വഴങ്ങുമോ? US ഇറാൻ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ പൂർത്തിയായി. തുടരാലോചനകൾ അടുത്ത ആഴ്ച നടക്കും. ആണവ പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഭീഷണി ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ നയിക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. ഉപരോധങ്ങൾ ഒഴിവാക്കാൻ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ തയ്യാറെന്ന് ഇറാൻ. കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബാദർ അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിലായിരുന്നു ആദ്യഘട്ട ചർച്ച നടന്നത്. ചർച്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുത്തു. 2018 ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചയാണിത്. ചർച്ച വിജയിച്ചാൽ US ഇറാൻ ആണവ കരാറിലേക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. സൗഹൃദാന്തരീക്ഷത്തിലും പരസ്പര വിശ്വാസത്തിലും ഊന്നിയതായ ചർച്ചയാണ് നടന്നതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 19-ന് രണ്ടാം ഘട്ട ചർച്ച നടക്കും. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെ കാത്തിരിക്കുന്നത് മോശം ദിവസങ്ങളായിരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇറാനെ ഒരിക്കലും ആണവായുധം കൈവശം വയ്ക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ട്രംപ്. ഇത് വ്യക്തമാക്കുന്ന കത്ത് ട്രംപ് കഴിഞ്ഞ മാസം UAE വഴി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കൈമാറിയിരുന്നു. 2 മാസത്തിനുള്ളിൽ കരാറിലെത്തണമെന്നാണ് ട്രംപ് ഇറാന് നൽകിയ അന്ത്യശാസനം. ഇറാൻ ഒരു സന്തുഷ്ട രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ല. ഇറാൻ US ചർച്ചയ്ക്ക് തൊട്ടുമുൻപും ട്രംപ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നതാണ് ട്രംപിന്റെ പ്രഥമ പരിഗണന. നയതന്ത്രപരമായ പ്രമേയത്തെയാണ് പ്രസിഡന്റ് പിന്തുണയ്ക്കുന്നത്. അതേസമയം സമ്മർദ്ദത്തിന് നടുവിൽ ഒരു കരാറിന് തയ്യാറാകില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ഉപരോധങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താനുള്ള ഒരു കരാറിന് ഇറാൻ തയ്യാറാണ്. എന്നാൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഒരുക്കമല്ല. ന്യായമായ കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കാതിരുന്നാൽ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാമെന്ന ധാരണയിൽ USഉം പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച കരാർ 2016-ൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണ പരിധി ഇറാന് നിശ്ചയിക്കുകയും അറാഖ് അടക്കം ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു. എന്നാൽ 2018-ൽ ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് US കരാറിൽ നിന്നും പിന്മാറി. ഇതിലും മികച്ച കരാർ വേണമെന്നാണ് ട്രംപിന്റെ നിലപാട്. അതുപക്ഷേ ഇറാന്റെ ആണവമോഹങ്ങൾക്ക് തിരിച്ചടിയുമാണ്. ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ബോംബുകൾ ഇറാനുമേൽ വർഷിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ US സൈനിക ശേഷി കൂട്ടാൻ ട്രംപ് നിർദ്ദേശം നൽകി. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരായ യുദ്ധം ഇസ്രായേൽ നയിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. US നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ആണവ കരാർ ഒപ്പിടാത്തതിന്റെ പേരിൽ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ആയത്തുള്ള അലി ഖമേനിയും USന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. USന്റെ എല്ലാ സ്ഥാപനങ്ങളും നശിപ്പിക്കാൻ തങ്ങളുടെ മിസൈലുകൾ സജ്ജമാണെന്നും ഖമേനി പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ ക്യാമ്പ് തണ്ടർബേയിൽ ആണവശേഷിയുള്ള 6 B-2 ബോംബർ വിമാനങ്ങൾ അമേരിക്ക വിന്യസിച്ചുവെന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ അമേരിക്ക കൂടി ഭീഷണി ഉയർത്തിയതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാവുകയാണ്.